ഓണാശംസകളോടെ നെല്ലി ഓർക്കിഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്രാടപ്പാച്ചിലും പൂക്കളവും ഓണസദ്യയുമായി മനുഷ്യരെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ നെല്ലിയിലെ ഓർക്കിഡുകളുടെ ഓണാഘോഷം ഒന്ന് കണ്ടുവന്നാലോ? സുന്ദരികളും സുന്ദരന്മാരുമായി ചിരിച്ചു നിൽക്കുന്ന ഡെൻഡ്രോബിയം പൂക്കൾ കൊണ്ടൊരു പൂക്കളം. തുമ്പപ്പൂവിന് പകരം ഇടയ്ക്കൊരു ഫലനോപ്സിസ് സുന്ദരിയുണ്ടേ കൂട്ടിന്. ഓർക്കിഡ് ചെടികൾക്കും വേണ്ടേ തിരുവോണമായിട്ട് ഒരു സദ്യ? അതിനുള്ള വിഭവങ്ങൾ ഇവിടെ നിരന്നിരിക്കുന്നു. പൂക്കൾ പോലെ വൈവിധ്യമുള്ള നിറങ്ങളാണ് വിഭവങ്ങൾക്കും. വളരാൻ നൈട്രജൻ കൂടുതലുള്ള ഓറഞ്ച് വളം, പൂക്കളുണ്ടാവാൻ ഫോസ്ഫറസും പൊട്ടാഷും കൂടുതലുള്ള മഞ്ഞവളം, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ആസ്വദിച്ച് കഴിക്കുന്ന സമീകൃതാഹാരം NPK 19-19-19, കൂടെ ഇലകളും വേരുകളും രോഗങ്ങളില്ലാതെ വളരാൻ സഹായിക്കുന്ന നീല നിറത്തിലുള്ള ഫംഗിസൈഡും. അപ്പോൾ സദ്യ തുടങ്ങാമല്ലേ? ഓർക്കിഡിൻ്റെ റാണിയായ കാറ്റ്ലിയയുടെ വർണ്ണഭംഗിയുള്ള സ്പ്രെയറിലേക്ക് വളരാനുള്ള വളം ഒരു വലിയ സ്പൂൺ, ഫംഗിസൈഡ് ഒരു ചെറിയ സ്പൂൺ, ശേഷം കിണറിൽ നിന്ന് അടിച്ചെടുത്ത വെള്ളം 5 ലിറ്റർ. ഇവ നന്നായി ഇളക്കിയെടുത്താൽ സദ്യയ്ക്കുള്ള കറി തയ്യാറായി. ചെടികളെ നന്നായി കുളിപ്പിച്ചൊരുക്കിയിട്ട് വേണം സദ്യ വിളമ്പാൻ. ഇലകൾക്കും വേരുകൾക്കും നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ചെടികളെ സന്തോഷിപ്പിക്കും വിധം വിളമ്പാം. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പറയാറുണ്ടല്ലോ. ചെടികൾക്കും ആഹാരം കൊടുക്കേണ്ടത് രാവിലെയാണ്. സൂര്യൻ ഉച്ചയിൽ കയറുന്നതിന് മുമ്പ് വേണം വളവും വെള്ളവും കൊടുക്കാൻ. വെള്ളമന്വേഷിച്ച് ദാഹം കൂടുതലുള്ള കുറുമ്പൻ വേരുകൾ പുറത്തു ചാടിയിരിക്കുന്നത് കണ്ടില്ലേ? ഇത് ആരോഗ്യമുള്ള ചെടികളുടെ ലക്ഷണമാണ്. ചെടികൾ നന്നായി നനയണം. മുട്ടിലും പൂവിലും വീഴാതെ ശ്രദ്ധിച്ചാൽ പൂക്കൾ ഭംഗിയോടെ കൂടുതൽ കാലം നിൽക്കും.
വയററിയാതെ ആഹാരം കഴിച്ച് രോഗികളാകുന്ന നമ്മുടെ സ്വഭാവം ഓർക്കിഡുകളോട് വേണ്ടേ വേണ്ട. വെള്ളവും വളവും ആവശ്യത്തിന് മാത്രം. നെല്ലിയിൽ 5 ലിറ്റർ വെള്ളത്തിനാണ് 1 സ്പൂൺ വളം എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? ചെടികളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ചെടികളെയെല്ലാം മഞ്ഞിൽ കുളിപ്പിക്കുകയാണ് നെല്ലിയിൽ പതിവ്. ഡെൻഡ്രോബിയത്തിൻ്റെ രോഗങ്ങളും അതിനുള്ള പ്രതിവിധികളുമായി ഉടനെ എത്താം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ.